ലാസ്റ്റ് ഡേ ആണെന്നും പറഞ്ഞാണ് വന്നത്. ബട്ട് നമുക്ക് നാളെയും ലാസ്റ്റ് ഡേ ആണെന്നാണ് ഇവരിപ്പം പറയുന്നത്. സ്റ്റഡി ലീവ് കിട്ടാത്തതിന്റെ വിഷമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇതേ എന്ത് പറഞ്ഞാലും പഠിച്ചു തുടങ്ങിയേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു നല്ല സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് എല്ലാവരും അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വൈകിട്ട് വന്നിട്ട് എല്ലാവരും കുളിച്ചിട്ട് റെഡി ആവാണ്. കാരണം നേരത്തെ പോയിട്ട് വരണം, കാരണം ലേറ്റായ ഹോസ്റ്റലിൽ നമുക്ക് സീനാണ്. അങ്ങനെ റെഡി ആയിട്ട് നമ്മൾ നേരെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് മേടിക്കാനാണ് പോയത്. അതും മേടിച്ച് വേഗം തന്നെ നമ്മൾ അമ്പലത്തിലോട്ട് നടക്കാണ്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് കുറച്ചുണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിലോട്ട്. അപ്പം ഈ ഒരു അമ്പലം വരുന്നത് ഒരു മലയുടെ, അതായത് ഒരു മലയുടെ മുകളിലായിട്ടാണ് വരുന്നത്. നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ചു. അന്ന് അവിടെ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പായസവും വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടി. ഞങ്ങൾ പായസം 2 പ്രാവശ്യം വരെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നമ്മൾ നടന്ന് കണ്ടു. നല്ലൊരു അമ്പലമാണ്, കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സമാധാനം നമുക്ക് കിട്ടും. അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ അവിടെ പോയി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഫീലാണ് നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ. നമുക്കൊരു സമാധാനമാണ് ആ അമ്പലത്തിലേക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടി തുടങ്ങിയായിരുന്നു. നമ്മൾ പോകേണ്ട സമയമായി, കാരണം ഹോസ്റ്റലിൽ നമുക്ക് വേഗം കയറണം. അങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ പോവാണ് ഗൈസ്. അവിടെ പാട്ടൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി, കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ഓടണ ഒരു ഇതാണ്. നമ്മളിപ്പോ നൈറ്റ് ലൈഫ് ആഘോഷിക്കുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാവരും ഓടി ഓടി നമ്മൾ ഹോസ്റ്റലിലെത്തി. അപ്പം ഇന്ന് ഇത്രയുള്ള ഗൈസ്. ബൈ.